സദഖത്തുല്ലാഹിൽ ഖായിർ റളിയല്ലാഹു അടുത്തേക്ക് ജുമഅക്ക് വന്ന ആളുകൾ പറഞ്ഞു മഴയില്ല, മഴ വേണം. അപ്പോൾ പറഞ്ഞു മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പോൾ സദഖത്തുല്ലാഹിൽ ഖായിർ പറഞ്ഞു ദ്വാരല്ല, മീകായിൽ പറഞ്ഞാ ഞാൻ മീകായിൽ വിളിച്ചു. മീകായിൽ വന്നു, ആസവൻ മീകായിൽ കായൽപട്ടണം പറഞ്ഞു. മീകായിൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽപട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീകായിലാണ്. ഇന്നും സദഖത്തുല്ലാഹിൽ ഖായിർ റളിയല്ലാഹു അൻഹു മീകായിലിനെ വിളിച്ചു. ബാബാ ഖിതാബൻ വഇൻ ഇൻദൽ ഇഫ്തിറാഖി ബാഗ വൈതൻ വഖദിനാ അലാമിൻ സദഖത്തുല്ലാഹി. ബാബാ ഖിതാബൻ മീകായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങൾ നടത്തി. വഇൻദൽ ഇഫ്തിറാഖി പിരിഞ്ഞു പോകാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ബാഗ വൈതൻ മഴ വേണം, നിങ്ങൾ മഴയുടെ ആൾ മഴ വേണം. വഖദിനാ അലാമിൻ സദഖത്തുല്ലാഹി. അപ്പോൾ തന്നെ വാങ്ങി വെച്ചു. മഴ മീകായിൽ അലൈഹിസ്സലാം പൊതുവെ മഴ പെയ്തു. മീകായിലിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽപ്പട്ടത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? ഖുതുബിയത്തുണ്ടാക്കി ആര്? സദഖത്തുല്ലാഹിൽ ഖായിർ റളിയല്ലാഹു. ഇവരൊക്കെ എങ്ങനെ കുട്ടിയൊക്കെ ശിർക്കാവ്? ആരാണ് സദഖത്തുള്ള? ഒരു പട്ടാണി തമിഴൻ, വേറെ ആരാ? കുതിരപ്പട്ടാണി എന്നാ ഈക്കെ പറഞ്ഞു, ഞങ്ങളല്ല. ശംസുൽ തുറന്ന കത്തിയെന്ന് എ പി ഗ്രൂപ്പ് പറയുന്നു. ഖുതുബിയത്ത് എഴുതിയ സദഖത്തുള്ള കുതിരപ്പട്ടാണിയാണ്. ആ കുതിരപ്പട്ടാണി ചെയ്ത അതിന്റെ തെളിവ് അദ്ദേഹത്തെ വലിയ ഖുറാഫി വെച്ച് കാഴ്ച കഥയാണ്. ആർക്കറിയാം? ഖുറാഫി എന്ന വാക്കിന്റെ അർത്ഥം നൽകുന്നത് കണ്ടതും കേട്ടത് വിശ്വസിക്കണമെന്നാ. അങ്ങനെ ഉണ്ടോ? മീകായിലിനെ വിളിച്ചാ വന്നോ, അത് വിശ്വസിക്കുക. അങ്ങനെ മീകായിൽ വരുമോ? അങ്ങനെ മീകായിലോട് ചോദിക്കാൻ പറ്റുമോ? ചിന്തിക്കൂല. അതാ ഖുറാഫി. കണ്ടത് കേട്ടോ വിശ്വസിക്കണം, കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നവൻ. നോക്കി അള്ളാന്റെ റസൂലിന്റെ കാലത്ത് മഴക്ക് ബുദ്ധിമുട്ടുണ്ടായി. റസൂലുള്ളാഹിയോട് ചെന്ന സഹാബത്ത് റസൂൽ പറഞ്ഞു അവിടെ കച്ചം കാട് മാറി എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കൊണ്ട് ബുദ്ധിമുട്ടി മഴ നിൽക്കാൻ കാഴ്ച ചെയ്യണം. അപ്പോൾ കായൽപട്ടണത്തെ സാധാരണക്കാർക്ക് കുറച്ച് പോകുന്നുണ്ട്. ഒരു ഇതൊക്കെ പഠിച്ചോണ്ട് സദഖത്തുള്ളാഹിയോട് പോയിട്ട് നിങ്ങൾ വേണം വേണ്ട. നമ്മൾ മീകായിലിനെ ഡയറക്റ്റ് വിളിക്കല്ലേ. എന്നിട്ട് മീകായിലിനെ വിളിച്ചിട്ട് ഇവർക്ക് മഴ കൊടുത്തു പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ വലിയാണോ കുതിരപ്പട്ടാണി? തന്നെ ഖുതുബിയത്തിന്റെ ശിർക്കിന്റെ കൂടാരം എഴുതി ഉണ്ടാക്കിയ കായൽപട്ടത്തുകാരൻ സദഖത്തുല്ലാഹ്, അയാളെ പറ്റി വലിയ റളിയല്ലാഹു അൻഹു ഇരിക്കട്ടെ. ഖുതുബിയത്തുണ്ടാക്കിയ ആളല്ലേ? 1000 വട്ടം മുയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുക എന്ന ശിർക്ക്, ആ ശിർക്ക് എഴുതി ഉണ്ടാക്കിയ ആളെ റളിയല്ലാഹു അൻഹു വിളിക്കുക. എന്നിട്ട് നമുക്കൊരു കൊട്ടും. ആരാ അവരൊക്കെ? അതൊക്കെയാണ് ശിർക്കാകുന്നത്. നമ്മുടെ ചോദ്യം നല്ലേ. യാക്കോബിന്റെ മുമ്പിൽ പോപ്പുലാരിറ്റി കിട്ടുള്ളൂ അല്ലേ? ഖുറാഫാത്തിനെ അനക്ക് ഉറപ്പിച്ചാല് സുഹൃത്തുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവർക്ക് മഴ കിട്ടാതായപ്പോൾ എന്താ ചെയ്തത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കൊടുമരച്ചിണ്ടായി. അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അല്ലാതെ മീകായിലിനെ വിളിച്ചിട്ട് മഴ ചോദിക്കുന്ന സംഭവം റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആയുസ് നീട്ടാൻ വേണ്ടി മലക്കുൽ മൗത്തിനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ നേതാവ് വെച്ച വലിയ ബുദ്ധിമുട്ടിലാവും. അത് മലക്കുൽ മൗത്തിന് ആയുസ് നീട്ടി കൊടുക്കണം. മരിക്കുന്ന കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്തോളിയും. നയ്യൊക്കെ എത്ര പെട്ടെന്ന് വെച്ചിട്ടുണ്ടോ? ഇത്ര കാലം ഈ കാന്തവത്തിൽ ബദലായിട്ട് ആളുകൾ നിൽക്കൂലോ? നാട്ടിലൊക്കെ മരിച്ചൊക്കെ എന്ത് ക്ഷീണ? ആ മലക്കുൽ മൗത്തിനെ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നില്ലേ? ഒന്ന് ആയുസ് നീട്ടി കൊടുക്കാം. എവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ഇയാൾ ദൈവബന്ധം പഠിച്ചതാണത്രേ. ഇതാണ് നമ്മൾ ഉസ്താദുമാർ പഠിപ്പിച്ചത്. ഈ പച്ചയായ ശിർക്ക്. എന്തൊരു ശിർക്കാണ് ഇയാൾ പറയുന്നത്?